യൂട്രോഫിക്കേഷൻ വിശദീകരണം മലയാളത്തിൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ യൂട്രോഫിക്കേഷൻ എന്ന പ്രക്രിയ എന്താണ്, അതിന്റെ കാരണം, ദോഷഫലങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. യൂട്രോഫിക്കേഷൻ എന്താണ്? യൂട്രോഫിക്കേഷൻ ഒരു ജലകായലുകളിലും തടാകങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന പ്രകൃതിദത്തമായോ മനുഷ്യനിർമ്മിതമായോ ഉള്ള പോഷകാംശ ന്യൂട്രിയന്റ് വർധനവാണ്. അതായത്, ജലാശയത്തിൽ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് പോലെയുള്ള പോഷകങ്ങൾ കൂടുമ്പോൾ അവയിലെ പ്ലാങ്ക്ടണുകളും ആൽഗികളും അമിതമായി വളരുന്നു. ഇത് ആൽഗൽ ബ്ലൂമിംഗ് എന്ന പ്രശ്നമുണ്ടാക്കുകയും ജലവൈകല്യവും ഓക്സിജൻ കുറവും ഉണ്ടാക്കുകയും ചെയ്യും. യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണങ്ങൾ: പ്രകൃതിദത്ത യൂട്രോഫിക്കേഷൻ, നാച്ചുറൽ യൂട്രോഫിക്കേഷൻ. നദികൾ പാറകളിൽ നിന്ന് നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ ലയിപ്പിച്ച് ജലാശയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മണ്ണിൽ നിന്ന് പ്രകൃതിദത്ത പോഷകങ്ങൾ ജലത്തിൽ കലരുമ്പോൾ. മനുഷ്യനിർമ്മിത യൂട്രോഫിക്കേഷൻ, ആന്ത്രോപജനിക് യൂട്രോഫിക്കേഷൻ. രാസവളങ്ങൾ, ഫെർട്ടിലൈസർ അധികം ഉപയോഗിച്ചതിനാൽ നൈട്രജൻ, ഫോസ്ഫറസ് ജലാശയങ്ങളിലേക്ക് പോകുന്നു. കഴുകുന്ന മാലിന്യങ്ങൾ, സീവേജ് വേസ്റ്റ്, ജലത്തിൽ കലരുന്നു. കൈമാറ്റം ചെയ്യാത്ത വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ ഒഴുകുന്നു. യൂട്രോഫിക്കേഷന്റെ ദോഷഫലങ്ങൾ: ആൽഗൽ ബ്ലൂമിംഗ്. ജലാശയത്തിൽ അമിതമായി ആൽഗി വളരുന്നു. ഇത് ജലത്തെ പച്ച നിറത്തിലാക്കുകയും ശുദ്ധജല വ്യാപാരം തടസ്സപ്പെടുത്തുകയും ചെയ്യും. ജലത്തിലെ ഓക്സിജൻ കുറവ്, ഓക്സിജൻ ഡിപ്ലീഷൻ. ആൽഗികൾ ചത്തുപോകുമ്പോൾ അവ പൊതിഞ്ഞ് ജലത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോകും. ഇതിന്റെ ഫലമായി മത്സ്യങ്ങൾ മരിക്കുകയും ജലജീവികൾ കുറയുകയും ചെയ്യും. ജലവൈകല്യം, വാട്ടർ പൊല്യൂഷൻ. കുടിവെള്ള ഉറവുകൾ മലിനമാകുന്നു. വിഷമുള്ള ആൽഗികൾ മനുഷ്യരിലും മൃഗങ്ങളിലും അസുഖങ്ങൾ ഉണ്ടാക്കാം. ജീവവൈവിധ്യ നഷ്ടം, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മീനുകൾ, ചെറിയ ജലജീവികൾ എന്നിവയെല്ലാം നശിക്കുകയും ജലവ്യൂതികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. യൂട്രോഫിക്കേഷനു പരിഹാര മാർഗങ്ങൾ: രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഫിൽട്ടറിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക, ആൽഗൽ വളർച്ച നിയന്ത്രിക്കാൻ ജൈവരീതിയിലുള്ള ബയോളജിക്കൽ മാർഗങ്ങൾ സ്വീകരിക്കുക, വ്യാവസായിക മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് പ്രോപ്പർ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ജലത്തിൽ ഒഴിക്കുക, വൃക്ഷത്തൈകൾ നടുന്നതും മെച്ചപ്പെടുത്തുക, മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. ഉപസംഹാരം, കൺക്ലൂഷൻ. യൂട്രോഫിക്കേഷൻ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയേക്കാം, പക്ഷേ അതിന്റെ ദോഷങ്ങൾ ഗുരുതരമാണ്. നാം സ്വീകരിക്കുന്ന ശരിയായ നടപടികൾ ജലാശയങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കൂ. നന്ദി.